സർക്കാരിനെതിരെ വീണ്ടും മാഞ്ഞടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രി നാടക കമ്പനിയുടെ സംവിധായകനാണ്. കണ്ണൂർ സർവകലാശാലയിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കിയതിനാണ് തനിക്കെതിരായ പ്രതിഷേധമെന്നും ഗവർണർ പറഞ്ഞു. On one hand, Chief Minister is organizing these protests. On the other hand, he is duty bound to give instruction to the police to ensure that they do not come near the car. So what are you doing? It is your people who are organizing the protest and you are telling police to stop them. Let him become a director of a theatre company. What you are seeing today, universities which had become nursery for the appointment of the cadre and their relatives, now they see no chance of that happening again. They had even forced me for the reappointment of the Kannur University Vice Chancellor. After all, he was removed by the Honorable Supreme Court. That is what has made them angry. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, അതിനിശ്ചിതമായ ഭാഷയാണ് സംസ്ഥാന സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ വീണ്ടും മാഞ്ഞടിച്ചിരിക്കുന്നതിന് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? തീർച്ചയായും കെ പി, ഇന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രി ഒരു നാടക കമ്പനിയുടെ സംവിധായകനാണ് എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കിയത് കൊണ്ടാണ് ഈ തനിക്കെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നതെന്നും അതോടൊപ്പം തന്നെ കേരളത്തിലെ സർവകലാശാലകളെ നഴ്സറികളാക്കി മാറ്റുവാൻ, അതായത് ഇഷ്ടക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ നിയമിച്ചുകൊണ്ട് നഴ്സറികളാക്കി മാറ്റുവാൻ താൻ കൂടെ നിന്നില്ല, അതുകൊണ്ടാണ് തനിക്കെതിരെയുള്ള പ്രതിഷേധം, അതിനെതിരെ താൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമെന്നും അതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് മുഖ്യമന്ത്രി തങ്ങളുടെ SFI പ്രവർത്തകരെ ഇത്തരത്തിൽ കരിങ്കൊടിയുമായി പറഞ്ഞയക്കുന്നു, മറുകൈ കൊണ്ട് പോലീസിനോട് അവരെ നിയന്ത്രിക്കാൻ പറയുന്നു. ഇത്തരത്തിലൊരു അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായും ഇന്ന് ഇരിങ്ങാലക്കുടയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തവെയാണ് 20ഓളം വരുന്ന SFI പ്രവർത്തകർ കരിങ്കൊടിയുമായി ഈ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ വന്നത്. ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്നും അതുപോലെ തന്നെ പോലീസിനെ ഓർത്ത് സഹതാപമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം രാവിലെ തന്നെ പ്രതികരിച്ചിരുന്നു, ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്ന്. കാരണം പ്രതിഷേധിക്കാൻ ആളെ പറഞ്ഞു വിടുന്നു, അതോടൊപ്പം നിയന്ത്രിക്കാൻ പോലീസിനെയും പറഞ്ഞു വിടുന്നു. ഇത്തരത്തിലൊരു അഭിനയമാണ്. നാടക കമ്പനിയുടെ സംവിധായകനായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നും കേരളത്തിലെ സർവകലാശാലകളെ സംരക്ഷിക്കുവാൻ തയ്യാറാവുന്നില്ല, അവിടെയൊക്കെ തന്നെ നിയമനം കൊണ്ടും അല്ലെങ്കിൽ മറ്റ് ക്രമക്കേടുകളൊക്കെ വരുത്തി തീർക്കുന്നുണ്ട്. അതിനെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം തനിക്ക് നേരിടേണ്ടി വന്നത്. താൻ ആരെയും ഭയപ്പെടുന്നില്ല എന്നും അവരുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആക്രമിക്കാമെങ്കിൽ താൻ പുറത്തിറങ്ങാമെന്നും ഇന്ന് ഗവർണർ പറഞ്ഞിരുന്നു. ഗവർണറുടെ വാഹനം ഇന്ന് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപം നിർത്തിയിടേണ്ട സാഹചര്യമുണ്ടായി. SFI പ്രവർത്തകർ കരിങ്കൊടിയുമായി വന്ന ആ ഒരു സമയത്ത് അതിനു മുമ്പായി പോലീസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഇത്രയധികം SFIക്കാർ അവിടെ ഉണ്ടായിരുന്നിട്ടും അവരെ ഒന്നും കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതൊക്കെ തന്നെ സർക്കാരും പോലീസും ഒക്കെ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന നാടകീയ രംഗങ്ങളാണെന്ന് തന്നെയാണ് ഇന്ന് ഗവർണറും വ്യക്തമാക്കിയിട്ടുള്ളത്. കെ പി, മനോജ് പറഞ്ഞതുപോലെ തന്നെ അതിനിശ്ചിതമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചതൊപ്പം 20ഓളം SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഇന്ന് ഇരിങ്ങാലക്കുടയിൽ ഗാന്ധി സന്ദർശനത്തിന്റെ നവതി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഗവർണർ. രാവിലെ മുതൽ തന്നെ ഗവർണർക്ക് നേരെ ഇത്തരത്തിൽ SFI പ്രവർത്തകരുടെ അതിക്രമം ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി 4 മണിയോടുകൂടി ഇരിങ്ങാലക്കുടയിലെത്തിയ ഈ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ 20ഓളം വരുന്ന SFIക്കാരാണ് ഈ കരിങ്കൊടിയുമായി വന്നത്. അതിനു മുമ്പ് 2-4ഓളം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എങ്കിലും 20ഓളം പ്രവർത്തകർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരെയൊന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നില്ല. വാഹന വ്യൂഹത്തിന് നേരെ ചാടി വന്നതിന് ശേഷമാണ്, അവിടെ പ്രതിഷേധമുയർത്തിയതിനു ശേഷമാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. ആ സമയം തന്നെ ഗവർണർ ആ വാഹനം അവിടെ നിർത്തിയിട്ടുകൊണ്ട് പ്രതികരിക്കുകയുണ്ടായി. അവർക്ക് ആക്രമിക്കണമെങ്കിൽ ഞാൻ പുറത്തിറങ്ങാമെന്നും ഇത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ അറിവോടെ നടക്കുന്ന പ്രതിഷേധം തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ പി, തൃശ്ശൂരിൽ നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.